കാസർഗോഡ് ഹിന്ദു മേഖലയിൽ BJP ജയിക്കുന്നു. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ മുസ്ലിം മേഖലയിൽ മുസ്ലിങ്ങളാണ് ജയിക്കുന്നത്. ഇതാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? BJP അവിടെ വർഗീയത കുത്തിപ്പൊക്കി BJP ജയിക്കുന്നു കാസർഗോഡ്. അതുപോലെ തന്നെ മലപ്പുറത്ത് വർഗീയത കുത്തിപ്പൊക്കി മുസ്ലിം ലീഗ് ജയിക്കുന്നു. ഇതാണല്ലോ പറഞ്ഞത്. അപ്പോൾ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി, BJP വർഗീയ പാർട്ടി. അപ്പോൾ CPM എന്താണ്? അപ്പോൾ CPM ജയിക്കുന്നതോ? നമ്മൾ തന്നെ കണക്ക് കുറിച്ച് പറഞ്ഞല്ലോ. സജി ചെറിയാൻ്റെ സ്വന്തം മണ്ഡലമായ ചെങ്ങന്നൂരിൽ ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയില്ല, ജയിച്ചതായിട്ടും തോറ്റതായിട്ടും. തിരുവനന്തപുരത്ത് 60% ഹിന്ദുക്കളുണ്ട്, അവിടെ എത്ര മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ട്? കണക്ക് വളരെ കുറവാണ്. അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും, അത് കേരളം മാത്രമല്ല എല്ലായിടത്തും ജനസംഖ്യ ആനുപാതികമായി നോക്കിയാൽ മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം തുലവും കുറവാണ്. അതിനകത്ത് ഒരു പാർട്ടിക്കും അതിനകത്ത് വ്യത്യാസമില്ല. ഇപ്പോൾ ഗുജറാത്തിലൊക്കെ നമ്മൾ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ആർക്കുമില്ല ഒരു മുസ്ലിം സ്ഥാനാർത്ഥി. പാർലമെൻറ്റിലേക്ക് മുസ്ലിം സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ രാജ്യവ്യാപകമായി നോക്കിയാൽ മുസ്ലിങ്ങൾക്കാണ് പാർലമെൻറ്റിലെയും ജനപ്രതിനിധി സഭകളിലെയും പ്രാതിനിധ്യം കുറയുന്നത്. അങ്ങനെ ഇരിക്കെ മലപ്പുറത്ത് മുസ്ലിങ്ങളും കാസർഗോഡ് ഹിന്ദുക്കളും, അല്ലെങ്കിൽ കാസർഗോഡ് BJPയും മലപ്പുറത്ത് മുസ്ലിം ലീഗും എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? ബാക്കി ജില്ലകൾ എന്താ പറയാത്തത്? തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം, ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ മുസ്ലിങ്ങൾ എത്രയുണ്ട്? അതിൻ്റെ കണക്കെടുത്തിട്ട് നമ്മൾ വിശദീകരിക്കണോ? സജി ചെറിയാൻ പറയുന്ന ന്യായം വെച്ച് നോക്കിയാണെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനൊന്നുമല്ല. സത്യത്തിൽ AK ബാലനെയും അതുപോലെ തന്നെ ഇപ്പോൾ സജി ചെറിയാനെയും CPM വഴക്ക് പറയുന്നത് മിക്കവാറും ഇതായിരിക്കും. സൂക്ഷിച്ച് പറയണ്ടേ, നമ്മുടെ പ്രോജക്റ്റ് ഇത് തന്നെയാണ്. 2024 തെരഞ്ഞെടുപ്പ് തോറ്റ ശേഷം മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഒരു PR ഏജൻസി അവിടെ വന്ന് കുറച്ച് കൂടുതൽ തിരികെ കയറ്റിയതുകൊണ്ട് മലപ്പുറം ജില്ല, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ സ്മഗ്ലിംഗ്, ദേശവിരുദ്ധ ശക്തി എന്നൊക്കെ പറഞ്ഞ് കൈവിട്ടു പോയതുപോലെ ഈ പ്രോജക്റ്റ് പറയാൻ തീരുമാനിച്ച CPIM ആണ്.